സിനിമയെ പറ്റിയിട്ടല്ലാത്ത ഒരു കാര്യം സംവിധായകന്റെ മുഖത്ത് നോക്കി എനിക്ക് പറയണമെന്ന് തോന്നി. അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് സുനാമി വരുന്ന സമയത്ത് ലോകത്തിലെ ആദ്യ സ്ഥാനങ്ങളിൽ സമ്പന്നതയിൽ ആദ്യ സ്ഥാനങ്ങളിലും ഒരു രാജ്യമായ ജപ്പാൻ, കടലോര നഗരമാണ് അവരുടെ എല്ലാം. അവരുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രയത്നങ്ങളും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അമേരിക്കയ്ക്കോ റഷ്യക്കോ അന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത ഹൈടെക് സംവിധാനത്തിൽ കടൽ അവരെ ആക്രമിക്കാതിരിക്കാൻ അവർ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു. തുടർന്ന് സുനാമി വന്നു. ഏറ്റവും കൂടുതൽ അഫക്റ്റായ രാജ്യങ്ങളിലൊന്ന് ജപ്പാനാണ്. ശേഷം അവരൊരു പഠനം നടത്തി. എന്തുകൊണ്ട് ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരിതം വന്നു? അത്തരത്തിൽ അവർ അന്വേഷണം നടത്തിയതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരുപാട് തീരദേശ രാജ്യങ്ങളിലേക്ക് അന്വേഷണം നടത്തിയിട്ട് അവരൊരു കണ്ടെത്തൽ കണ്ടെത്തി. കണ്ടൽ കാടുകളുള്ള ഒരു രാജ്യവും ഇന്ന് വരെ സുനാമി ബാധിതപ്പെട്ടിട്ടില്ല. മലയാളത്തിലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കുഞ്ഞു ശ്രമങ്ങൾ ആണ് നമ്മുടെ കണ്ടൽക്കാടുകൾ മലയാള സിനിമയിൽ. ഇത്തരം കണ്ടൽക്കാടുകളാണ് മലയാള സിനിമയെ എന്നും താങ്ങി നിർത്തിയിട്ടുള്ളത്. വലിയ ഹൈടെക് സിനിമകൾ പലതും പൊട്ടിപ്പാളിസായി പോകുമ്പോഴും പല കുഞ്ഞു സിനിമകളും OTT-യിൽ വന്ന് വളരെ വലിയ അപ്രീസിയേഷൻ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞു സിനിമ എന്ന് പറഞ്ഞിട്ട് താങ്കൾ തന്നെ ഇതിനെ സമീപിക്കരുത്. കണ്ടിടത്തോളം വളരെ ക്വാളിറ്റിയുള്ള നല്ല സംഗീതമുള്ള വിവേകനെ പോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എഴുതിയിട്ടുള്ള ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒടിയൻ എന്ന് പറയുന്നത് ഏതൊരു എഴുത്തുകാരൻ്റെയും ടെക്നീഷ്യൻ്റെയും ഒരു ഭയങ്കര ഫാൻറ്റസി തോന്നുന്ന ഒരു എലമെൻ്റാണ്. ആ എലമെൻ്റ് എടുത്തിട്ടാണ് താങ്കൾ ഒരു കുഞ്ഞു സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞു വലിയ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. നമസ്കാരം. ഇതൊരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഒരുപാട് നന്ദിയുണ്ട്. പ്രധാനം എൻ്റെ പ്രിയപ്പെട്ടവനും സഹോദരനുമായ ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ്. സുനിലിൻ്റെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ സിനിമയാണ്. നമ്മൾ കണ്ട പാട്ട് വളരെ മനോഹരമാണ്. ദൃശ്യഭംഗി കൊണ്ടും പാട്ടുകൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച ഈ പടം സിനിമയിലൂടെയും വിസ്മയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇതിന് എല്ലാവിധ വിജയാശംസകളും. നമസ്കാരം. സുനിലിനോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയുന്നത്. ഞാൻ പെട്ടെന്ന് ലാൻഡ് ചെയ്ത ഒരാളാണ് ഈ സിനിമയിൽ. അതായത് ഒരു 5 ദിവസം മുന്നെയാണ് ഞാൻ ഈ സിനിമയായിട്ട് കണക്ട് ആവുന്നതും കഥ പറയുന്നതും കേൾക്കുന്നതൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് ലാൻഡ് ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ ആയി നന്നായെന്ന് എല്ലാവരും പറയുന്നു. വളരെ സന്തോഷം. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാൻ എൻ്റെ സാറിനോടാണ്. വിപിൻ മോഹൻ സാറിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സാറിനോടാണ്. ദൈവത്തോടും പിന്നെ എല്ലാവിധ വിജയങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര ഇമോഷണലാണ്. കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ഓപ്പണിങ് ആദ്യമായിട്ടാണ്. പിന്നെ 4 പല സിറ്റുവേഷനിലെ സോങ്സ് അങ്ങനെ കിട്ടാറില്ല. നോർമലി ഇപ്പോഴത്തെ സിനിമയിലൊക്കെ 4 പാട്ടൊന്നും ഉണ്ടാവാറില്ല. പിന്നെ BGM കൂടി ചെയ്യാൻ പറ്റിയത് ഒരു കാലഘട്ടത്തിൻ്റെ BGM. അതും ഒരുപാട് വെല്ലുവിളിയായിരുന്നു. എന്തായാലും പടം കണ്ടിടത്തോളം ഹാപ്പിയാണ്. 100% ഹാപ്പിയാണ്. ഇനി നിങ്ങളെല്ലാവരും പാട്ടും കൂടി കേട്ട് എല്ലാവരും വിജയിപ്പിക്കണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇത്രയും വലിയൊരു പരിപാടി കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ടല്ല ഞാനൊരു 4 വരി എഴുതിയതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ശ്രീജി ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഇങ്ങനൊരു കരിമുട്ടിയിലെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കളമെഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എഴുതിത്തരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ ഓഫീസിൽ പോയി ഒരു അരമണിക്കൂർ കൊണ്ട് എഴുതി കൊടുത്ത പാട്ടാണത്. അത്രയും വളരെ ചെറിയ സമയം കൊണ്ട് ആൾക്ക് എഴുതി കൊടുത്താണ്. അപ്പോൾ അത്രയും വലിയൊരു സംരംഭമായി മാറുന്നത് ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇത് വലിയ ഗംഭീരമാവട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ദോഷമായിട്ടുള്ളൊരു യാത്രയാണ്.
ഞാൻ ആകപ്പാടെ ചെയ്യാതിരുന്ന 2 വർക്കുകൾ ഒഡിയോ പുരാണവും ഈ ഒഡിയോഗുമാണ്. ബാക്കി അവൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ആൽബം മുതൽ എല്ലാ വർക്കിലും ഞാനുണ്ടായിട്ട് കൂടെ. ഞാൻ ഇല്ലാതിരുന്ന 2 വർക്കാണ് ഈ ഒഡിയോ പുരാണം ഒഡിയോഗു. പക്ഷേ ഒഡിയോ പുരാണം നല്ല രീതിയിൽ യൂട്യൂബിലൊക്കെ നന്നായിട്ട് പോയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ ഈ ഒഡിയോഗും അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. സിൽവൈ നമ്മളെല്ലാവരുമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.